നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ റിട്ടയർമെൻറ്റ് ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞു പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് അച്ഛനാണ്. മകൻ ഒരു ഭാര്യയെ വിവാഹം കഴിക്കും, മകൾ ഒരു ഭർത്താവിനെ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിച്ചതിന് ശേഷവും ഇപ്പോഴും നിങ്ങളുടെ അച്ഛനോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അച്ഛന് തിരിച്ചും മക്കൾക്ക്, നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായാലും ശരി, ഇപ്പോഴുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ആ അച്ഛനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മരണസമയം വരെ. ഞാൻ താങ്കളെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. നിങ്ങൾ വിവാഹിതനാണോ? വിവാഹിതനാകുമ്പോൾ ഭാര്യ വരും. അവർ നിങ്ങളുടെ സാഹചര്യത്തിലല്ല, വേറൊരു കൾച്ചറിൽ, വേറൊരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയായിരിക്കും. ഇതിനിടയിൽ വലിയ പാലത്തിൻ്റെ ഗർഡർ എടുത്തു വയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് റബ്ബറിൻ്റെ ഒരു ബുഷ് വയ്ക്കും. അതായത് ഇതിൻ്റെ ഷേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റോളാണ് മകൻ എന്നുള്ള രീതിയിൽ ഒരു കുടുംബത്തിലുള്ളത്. അമ്മയും നോക്കണം, ഭാര്യയും നോക്കണം. ഇത് രണ്ടിനെയും കൃത്യമായി കൊണ്ടുപോകേണ്ട ഒരു മകൻ്റെ റോളാണ്. രണ്ടിനെയും കൃത്യമായി കൊണ്ടുപോകണം. ഈ ഗർഡർ എടുത്ത് വയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് വയ്ക്കുന്ന റബ്ബർ ഷീറ്റിൻ്റെ പ്രത്യേകത, റബ്ബറിൻ്റെ ബുഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓട്ടോറിക്ഷ പോകുമ്പോൾ ഇത് അനങ്ങത്തില്ല, പക്ഷേ ടാങ്കർ ലോറി പോകുമ്പോൾ ഇത് അനങ്ങി സാധനം കൊടുത്തേ പറ്റും. ഇന്ന് പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ളത് പുതിയൊരു ഭാര്യ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ആ അമ്മയെ കൊണ്ട് നടക്കുന്നോ, നിങ്ങൾ രണ്ട് കുടുംബത്തിനോടും പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഭാര്യയോട് പറയുമ്പോൾ, ഭാര്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ 30 വയസ്സായിട്ട് അല്ലെങ്കിൽ 28 വയസ്സായിട്ട് വരുന്നതാണ്. നിങ്ങളെ ജനിക്കുന്നതിന് 1 വർഷം മുമ്പേ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ മാതാവ്. പിതാവിന് അത്രയും റോളില്ല. അന്നേരം ഇത്രമാത്രം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം, നമ്മളുടെ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞു പോകും. ജീവിതത്തിൻ്റെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരാളാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് എല്ലാം കണക്ക് കൂട്ടി, അമ്മയായാലും അമ്മ മകനോടായാലും ശരി, മകളോടായാലും ശരി, മകനോട് പെരുമാറുന്നതൊക്കെ തന്നെ മകളോടും പെരുമാറുക. അത് വെളിച്ചേട്ടനായാലും മകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വെളിച്ചേട്ടൻ്റെ മകളാണ്, മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വെളിച്ചേട്ടൻ്റെ മകനാണ്. അന്ന് പോലെ കൊണ്ടുപോകണം. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ പോകാനായിട്ട് സാധിക്കും.